ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2023 ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2023 നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വന്തം ഫോട്ടോകൾ വെച്ചുകൊണ്ട് 2023 കലണ്ടർ ഉണ്ടാക്കാം. നിങ്ങളുടെ സ്വന്തം ഫോട്ടോ, നിങ്ങളുടെ കമ്പനികളുടെ ഫോട്ടോ, നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഫോട്ടോ എന്ത് വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കലണ്ടർ നിർമ്മിക്കാൻ സാധിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനാണ് ഇവിടെ പരിചയപ്പെടുന്നത്. രണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി 10, 20, 30 കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഒരു പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതാണ്. ഓരോ മാസവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് കൊടുത്തുകൊണ്ട് അതത് ഫോട്ടോകൾ ആക്കിക്കൊണ്ട് നമുക്കൊരു കലണ്ടർ നിർമ്മിക്കാം. ഇപ്പോൾ ജനുവരിയിലൊരു ഫോട്ടോ, ഫെബ്രുവരിയിലൊരു ഫോട്ടോ, ഡിസംബറിലൊരു ഫോട്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കും. കാരണം പണ്ടൊക്കെ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയാണ് കൊടുക്കാറ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ബട്ടണെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇനി എങ്ങനെ ചെയ്യാം നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ പെർമിഷൻ ഒക്കെ കൊടുത്ത് നിങ്ങൾ അലോ ചെയ്യുക. അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാകുക. ഇവിടെ 2023 ഫ്രെയിം അടക്കം ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ മോഡലുള്ള കലണ്ടറുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, അതിന് മുമ്പായി നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന 3 ലൈൻ ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ കാറ്റഗറി എന്നുള്ളൊരു ബേസ് കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് ലോഡിംഗ് ആകും. ലോഡിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് കലണ്ടറിൻ്റെ പല വേർഷനുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കലണ്ടർ ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നിന്നുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഈ കാണുന്ന 2023 എന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് കളറുള്ള ആ ഒരു സൈസ് എടുക്കുന്നു. അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ജനുവരി 1 കലണ്ടർ 1 കാണാൻ സാധിക്കും. അത് ജനുവരി 1 ആണ്. 2, 3, 4, 5, 6, 7, 8, 9 നമുക്ക് ഏതാണോ വേണ്ടത്. അതിൽ ഇപ്പോൾ ജനുവരിയാണ് വേണ്ടതെങ്കിൽ ജനുവരിയുടെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്യാമറയുടെ ബട്ടൺ. അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിലുള്ള ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഗാലറിയിൽ നിന്ന് ഞാൻ തൽക്കാലം ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്നുകൊണ്ട് തൽക്കാലം ഓക്കെ ഈ ഒരു കാണുന്ന ഫോട്ടോ തിരഞ്ഞെടുത്തു. അപ്പോൾ ഫോട്ടോ അതിനുള്ളിലേക്ക് എത്തി ജസ്റ്റ് നമ്മുടെ കൈ വിരൽ കൊണ്ട് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ആ കലണ്ടർ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ജനുവരിയില്ല, നമുക്ക് ഫെബ്രുവരിയിലാണ് നമുക്ക് കലണ്ടർ വേണ്ടതെങ്കിൽ ജസ്റ്റ് മേലുള്ള ആരോമാർക്ക് ക്ലോസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കലണ്ടർ ഇപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കലണ്ടറുകളുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം വരുന്നുകൊണ്ട് ഈ കലണ്ടർ തിരഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഫെബ്രുവരി ആണ് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ വരുന്ന ക്യാമറയുടെ ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള അടുത്ത ഫോട്ടോ ഏതാണോ വേണ്ടത് ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികളെ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു. എൻ്റെ മോൻ്റെ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു. അത് ഫെബ്രുവരി മാസത്തേക്കാക്കി ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഞാൻ അതല്ല നിങ്ങൾക്ക് 3ാമത്തെ മാസമാണ് വേണ്ടതെങ്കിൽ ഇഷ്ടം പോലെ കലണ്ടറുകൾ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട ഏതാണോ ഏത് രീതിയിലാണോ വേണ്ടത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും 3ാമത്തെ മാസം എടുത്തു. അപ്പോൾ ഇതുപോലെ പരസ്യം വരും. പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇൻഡോമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ ക്യാമറ ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിങ് ആണ് കേട്ടോ. ആ ഒരു ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ 2023 മാർച്ച് മാസത്തെ ഒരു കലണ്ടർ എനിക്ക് കിട്ടി. അത് നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. അടിപൊളിയല്ലേ? ഇനി അത് കൂടാതെ നമുക്ക് ന്യൂ ഇയർ ആണ് വരുന്നത്. ഇപ്പോൾ ന്യൂ ഇയറിൽ നമുക്ക് ന്യൂ ഇയർ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കണം. അതും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കാറ്റഗറി ബ്രേസ് ചെക്ക് ചെയ്യുക. കാറ്റഗറിയിൽ നിന്നും നമുക്ക് 2023 എന്നുള്ള ഫ്രെയിം എടുക്കുക. ഉണ്ടോ ഇവിടെ ഏതാ വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 2023 എടുത്തു. 2023 നമുക്ക് ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് അതിന് മേലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമുള്ളൊരു ഫോട്ടോ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2023 ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിമും നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. കേട്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.